ഇന്ന് മുല്ലപ്പെരിയാറിലായിരുന്നു റിപ്പോർട്ടറിന്റെ ലൈവത്തോൺ. ആ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്ന തുടർ നടപടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിക്ക് നിവേദനം നൽകി. മുല്ലപ്പെരിയാർ കേരളത്തിന്റെ ആകെ ആശങ്കയാണെന്നും പരിഹരിക്കാൻ ഇടപെടൽ വേണമെന്നും ആവശ്യപ്പെട്ടാണ് ഡീൻ കുര്യാക്കോസ് നിവേദനം നൽകിയത്. അതോറിറ്റി ഒക്ടോബറിൽ മുല്ലപ്പെരിയാർ വിഷയം പരിഗണിക്കുമെന്ന് ചെയർമാൻ അനിൽ ജെയിൻ ഉറപ്പു നൽകിയതായും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. അണക്കെട്ടിന്റെ സുരക്ഷയിൽ ആശങ്കയില്ലെന്ന സർക്കാർ വാദം അടിസ്ഥാനരഹിതമാണെന്നും ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കുന്നു. റിപ്പോർട്ടർ ബിഗ് ഇംപാക്ട്. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ അടിയന്തരമായി നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് NDSAയുടെ ചെയർമാൻ ശ്രീ അനിൽ ജെയിൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഇന്ന് കത്ത് നൽകിയുണ്ടായി. മുല്ലപ്പെരിയാർ കേരളത്തിൻ്റെ ഒരു വലിയ ആശങ്കയാണ്. ഈ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ തലത്തിലുള്ള ഇടപെടലാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം മറുപടി നൽകിയത് ഒക്ടോബർ മാസത്തോടു കൂടി തന്നെ NDSAയുടെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടാകും എന്നാണ്. അതേറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അൽ-അമീൻ തോട്ടുമുക്ക് നമുക്കൊപ്പം ചേരുന്നു വിവരങ്ങളുമായി. ഗുഡ് ഈവനിങ് അൽ-അമീൻ. ഇന്നത്തെ ലൈവത്തോണിൽ നമ്മൾ മുല്ലപ്പെരിയാറിൽ ഉന്നയിച്ച അല്ലെങ്കിൽ അതിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഇതായിരുന്നു. അതിലിപ്പോൾ MP-യുടെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. എങ്ങനെയായിരിക്കും ഇനി കാര്യങ്ങളുടെ മുന്നോട്ട് പോക്ക്? ഇന്ന് നമ്മൾ ഇടുക്കിയിൽ ലൈവത്തോൺ സംഘടിപ്പിച്ചപ്പോൾ ചപ്പാത്തിലെയും ഉപ്പുതറയിലും ഒക്കെ ജനങ്ങൾ അവരുടെ ആശങ്ക തന്നെയാണ് പ്രധാനമായും ഈ വിഷയത്തിൽ പങ്കുവെച്ചത്. പലതരത്തിൽ ഭീതിയുടെ മുൾമുനയിൽ അവർ ജീവിച്ചു പോവുകയാണ്. അതിനൊരു പരിഹാരത്തിന് ഇടപെടൽ വേണമെന്നുള്ളതായിരുന്നു പ്രദേശവാസികളുടെ, സമരസമിതിയുടെ, തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുടെ ഒക്കെ ഒരാവശ്യം. ഇതിൽ MP ഡീൻ കുര്യാക്കോസും പങ്കെടുത്തിരുന്നു. അദ്ദേഹവും ഇത് നിലപാട് സ്വീകരിക്കുകയും ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ആ ലൈവത്തോണിന് പിന്നാലെയാണ് ഡാം അതോറിറ്റിക്ക്, നാഷണൽ ഡാം അതോറിറ്റി പ്രതിനിധിയെ കണ്ട് അതിപ്പോൾ ഈ ഒരു ആവശ്യത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ ആശങ്കയുണ്ട്. അത് ജനങ്ങളെ ഭീതിയിലാഴ്ത്താനോ അല്ലെങ്കിൽ ജനങ്ങളെ വേവലാതിപ്പെടുത്താനോ അല്ല, പക്ഷേ ഒരു ആശങ്കയുണ്ട് എന്നുള്ളത് അടിസ്ഥാനമാണ്. അത് പരിഹരിക്കുന്നതിന് സർക്കാർ തലത്തിൽ, അത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും സർക്കാർ തലങ്ങളിലുള്ള ഒരു ഇടപെടലും ഒരു സമവായവുമാണ് ആവശ്യം. ഇതിന് ഡാം അതോറിറ്റി ഇടപെടണമെന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിക്ക് നിവേദനം നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ വിഷയം പരിഗണിക്കുമെന്നൊരു ഉറപ്പ് അവർ നൽകിയിരിക്കുകയാണ്. ഏതു തരത്തിലൊരു ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഏറെ പ്രധാനം. കോടതി വരെ കയറിയ കേസാണ്. സുപ്രീം കോടതി വരെ പലപ്പോഴും കേസ് പരിഗണിച്ചതാണ്. ജനങ്ങളെ സംബന്ധിച്ച് നമ്മളിന്ന് സംസാരിച്ചപ്പോൾ ഇടുക്കിയിലെ ജനങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞത് ഒന്ന്, അണക്കെട്ടിലെ ജലനിരപ്പ് കുറയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെ ജലനിരപ്പ് കുറയുമ്പോൾ തന്നെ ആശങ്കയുടെ തോതും കുറയുന്നൊരു സാഹചര്യം സ്വാഭാവികമായും ഉണ്ടാകും. പക്ഷേ തമിഴ്നാട് ഇനിയിപ്പോൾ സംസ്ഥാനത്ത് മഴ കുറേ നാൾ പെയ്യാതിരുന്നാലും ഒരു കരുതൽ സ്റ്റോറേജ് എന്ന രീതിയിലാണ് ഈ ജലനിരപ്പ് ഉയർത്തി അവിടെ വെള്ളം നിലനിർത്തണമെന്നൊരു ആവശ്യം അവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അത് ആ ജലനിരപ്പ് താഴ്ത്തണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യം. അതിന് എന്ത് ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രധാനമായും അറിയേണ്ടത്. അതോടൊപ്പം തന്നെ ഒരു വിദഗ്ധ സമിതിയെ മുൻനിർത്തി അതൊരു ഇരു കൂട്ടർക്കും സ്വീകാര്യമായിട്ടുള്ള, തമിഴ്നാടിനും അതുപോലെ തന്നെ സംസ്ഥാനത്തിനും ഒരുപോലെ സ്വീകാര്യമായിട്ടുള്ള വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പഠനം, ആ പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളിലേക്ക് പോകണമെന്നുള്ളതും പല കോണുകളിൽ നിന്ന് പലപ്പോഴും ഉയർന്നു വന്ന ഒരാവശ്യം കൂടാണ്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു സമിതി രൂപീകരിച്ചുകൊണ്ടൊരു ഇടപെടലിന് ഡാം സേഫ്റ്റി അതോറിറ്റി തുനിയുമോ രംഗത്തിറങ്ങുമോ എന്നുള്ളതും കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം ഈ പുതിയ ഡാം നിർമ്മിക്കണമെന്നൊരു ആവശ്യം പറയുമ്പോൾ അതിന് തന്നെ സാങ്കേതികമായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട്. സ്വാഭാവികമായും അത് മറികടക്കുന്നതിന് ഏതു തരത്തിൽ അങ്ങനെ ഡാം പുതുതായി പണിഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാടിന് തുടർന്ന് വെള്ളം കിട്ടുമോ എന്നുള്ളതൊക്കെയാണ് അവരുടെ ഒരു ആശങ്ക. ആ ആശങ്ക പരിഹരിച്ചുകൊണ്ട് അവർക്ക് വെള്ളം കിട്ടുമെന്ന് ഉറപ്പാക്കിക്കൊണ്ട് അതേസമയം തന്നെ കേരളത്തിലെ ജനങ്ങളുടെ ആശങ്കയ്ക്ക് അറുതി വരുത്തുന്ന തരത്തിലുള്ള ഇടപെടലൊക്കെയാണ് പല കോണുകളിൽ നിന്ന് കാലങ്ങളായി ഉയർന്നു വരുന്നത്. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഡീൻ കുര്യാക്കോസ് നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയെ സമീപിച്ചിരിക്കുന്നത്. അവർ ഒരു ഇടപെടൽ ഉറപ്പ് നൽകിയിരിക്കുന്നു. ഒക്ടോബറിൽ വിഷയം പരിഗണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതു തരത്തിലൊരു സമീപനമായിരിക്കും ഇക്കാര്യത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഏതായിരുന്നാലും ഇന്ന് ഏതാണ്ട് 7 മണി മുതൽ 11 മണി വരെ ഇടുക്കിയിലെ ഈ ദുരന്തമുണ്ടായാൽ അത് ബാധിക്കാൻ പോകുന്ന ഇടങ്ങളിൽ, ചപ്പാത്തിലെയും ഉപ്പുതറയിലെയും ഒക്കെ പ്രദേശങ്ങളിലൂടെയാണ് നമ്മുടെ ലൈവത്തോൺ പോയത്. അവിടുത്തെ പ്രദേശവാസികളൊക്കെ നമുക്കൊപ്പം ചേരുകയും ചെയ്തിരുന്നു. ഏതായാലും അവരുടെ കൂടി ആശങ്ക പരിഗണിച്ചുകൊണ്ട് റിപ്പോർട്ടറിന്റെ ഇനിഷ്യേറ്റീവ് കണക്കിലെടുത്തുകൊണ്ടാണ് ഡീൻ കുര്യാക്കോസ് ഇത്തരമൊരു സമീപനം അല്ലെങ്കിൽ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതിന് ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ ഒരു തുടർ നിലപാടാണ് ഇനി നിർണായകമാവുക. സുജയ. മുല്ലപ്പെരിയാറിൽ ആശങ്ക ഒഴിവാക്കുന്നതിനായുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയ്ക്ക് കൂടുതൽ കരുത്തുണ്ടാകുന്ന നടപടികൾ വരുന്നു. ഒക്ടോബറിലായിരിക്കും ഈ നിവേദനം പരിഗണിക്കുക.